ഹലോ മക്കളെ, ജോഗ്രഫിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മൈ മാസിൻ ഹിയർ. എജ്യൂപോർട്ടിന്റെ ജോഗ്രഫി സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. യെസ്, അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് നടക്കാനിരിക്കുന്ന ലൈവിന് മുന്നേ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് പൊളിക്കാൻ പോവാണ്. യെസ്, എന്താണ് നമ്മൾ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങളുടെ ഓണപരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട എജ്യൂപോർട്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ. യെസ്, ജോഗ്രഫി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന മക്കൾക്ക് ഒരിക്കലും ഒരു മുട്ടും വരില്ല, ഒരു ബുദ്ധിമുട്ടും വരില്ല. എല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എജ്യൂപോർട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നോക്കിയേ. വേൾഡ് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെൻസിറ്റി ആൻഡ് ഗ്രോത്ത് അല്ലേ, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററാണ്. ഈ 2ാമത്തെ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഡൗട്ട് ഉണ്ടാവും അല്ലേ. ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് 1-2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. യെസ്, പോപ്പുലേഷൻ. അത് നോക്കൂ, ഡിഫൈൻ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. എന്താണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ? നമ്മൾ പഠിച്ചാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ പഠിച്ചാണ്. യെസ്, 1 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഒരു സ്ഥലം അഥവാ ഒരു യൂണിറ്റ് സ്ഥലം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, ഇതാണ് യൂണിറ്റ്. 1 കിലോമീറ്റർ ഇതിന് നീളമുണ്ട്, 1 കിലോമീറ്റർ ഇതിന് വീതിയുണ്ട്. ഓക്കെ, ഇങ്ങനെ 1 കിലോമീറ്റർ നീളവും വീതിയുമുള്ള ഒരു പ്രദേശം. ഈ പ്രദേശത്ത് ജീവിക്കുന്ന താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. സെറ്റാണ്. യെസ്, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കിട്ടി. 1 കിലോമീറ്റർ വീതിയും നീളമുള്ള പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. ഇതൊന്നും കൂടെ വൃത്തിയായിട്ട് മനോഹരമായിട്ടൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ജോഗ്രഫിക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? യെസ്, അതെങ്ങനെയാണ്? 1 ചതുരശ്ര കിലോമീറ്റർ ഇതൊക്കെ എല്ലാവരും കേട്ടല്ലേ? ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന അല്ലെ, ഒരു കിലോമീറ്റർ നീളവും വീതിയോ പ്രദേശം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ? ഒരു ചതുരശ്ര കിലോമീറ്റർ എന്ന്. ഇംഗ്ലീഷ് നമ്മളൊക്കെ എങ്ങനെ വിളിക്കാം? 1 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ സ്ക്വയർ ഇങ്ങനെ വിളിക്കാം. ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഡെൻസിറ്റി ചിലപ്പോൾ എന്തായിരിക്കും? ഈ പ്രദേശത്ത് താമസിക്കുന്നത് 100 പേരാണെങ്കിൽ ചിലപ്പോൾ ഡെൻസിറ്റി 100 ആയിരിക്കും. 100 പേരാണ് ഇങ്ങനെ ഒരു പ്രദേശത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അത് 100 ആയിരിക്കും. ചിലപ്പോൾ 1000 പേര് താമസിക്കുന്നുണ്ടാവാം, അപ്പോൾ അത് 1000 ആയിരിക്കും. ഓക്കെ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ 1 കിലോമീറ്റർ സ്ക്വയർ സ്ഥലത്ത് എത്ര പേർ തിങ്ങി താമസിക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഈച്ച് യൂണിറ്റ് ഓഫ് ലാൻഡ് ഹാസ് ലിമിറ്റഡ് കപ്പാസിറ്റി ടു സപ്പോർട്ട് പീപ്പിൾ ലിവിങ് ഓൺ ഇറ്റ് അല്ലേ. ആ കപ്പാസിറ്റി എന്താണ്? വളരെ കുറവാണ്. യെസ്, ഹെൻസ് ഇറ്റ്സ് നെസസറി ടു അണ്ടർസ്റ്റാൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ഇൻ ദ സൈസ് ഓഫ് ലാൻഡ്. അവിടെയുള്ള ജനങ്ങളുടെ എണ്ണവും ലാൻഡിന്റെ സൈസും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് എന്ത് നിർണ്ണയിക്കുന്നത്? ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നിർണ്ണയിക്കുന്നത്. എങ്ങനെയാണ് നിർണ്ണയിക്കുക? ദ റേഷ്യോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഇറ്റ് ഈസ് യൂഷ്വലി മെഷേർഡ് ഇൻ പേഴ്സൺസ് പെർ സ്ക്വയർ കിലോമീറ്റർ. കണ്ടോ, ഒരു സ്ക്വയർ കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തികളുടെ എണ്ണത്തിനെയാണ് ഇവിടെ ഈ റേഷ്യോ ആയിട്ട് പരിഗണിക്കുന്നത്. കിട്ടിയേ പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് അവിടെ നിന്ന് കിട്ടിയേ. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പ്ലെയിൻ കോമ്പണൻസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച്. പോപ്പുലേഷൻ ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യം കൊണ്ട് ആ പോപ്പുലേഷൻ ചേഞ്ച് ഉണ്ടാവുക. 3 കാര്യങ്ങൾ ആലോചിച്ച് കിട്ടും. ഇതൊക്കെ നമ്മൾ ബ്രെയിൻ കിഡ്നി ഉപയോഗിക്കണം. കിഡ്നി ഉപയോഗിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും ആ ഘടകങ്ങൾ? നോക്കിയേ, ഒരു സ്ഥലത്ത് ഒരു എക്സാമ്പിൾ, ഒരു സ്ഥലത്ത് 100 പേര് താമസിക്കുന്നുണ്ട്. അടുത്ത വർഷം അത് 110 ആയിരിക്കണമെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും? ആലോചിച്ചാൽ മതി, സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഓരോ പ്രദേശത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി അല്ലേ. എന്താണ് നടന്നിട്ടുണ്ടാവുക? അവിടെ കുറച്ച് ആൾക്കാർ ജനിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? 110 ആവണമെങ്കിൽ എന്തായാലും അവിടെ ജനം നടക്കണേ. യെസ്, ജനം നടന്നിട്ടുണ്ടാവും. പോപ്പുലേഷൻ ചേഞ്ച് സംഭവിച്ചേ 100 നിന്ന് 110 ആവുക എന്നുള്ളതാണ് ചേഞ്ച് അല്ലേ. ആ ചേഞ്ച് ഉണ്ടാവാൻ അവിടെ ജനനം നടന്നിട്ടുണ്ട് അല്ലേ. ജനനം മാത്രമായിരിക്കും ഒരു സ്ഥലത്ത് നടക്കുക? ഓഫ് കോഴ്സ് മരണം നടക്കും അല്ലേ. അപ്പൊ മരണവും ചേഞ്ചിന്റെ കാരണമല്ലേ? മരണനിരക്കും ഡെത്ത് റേറ്റും ചേഞ്ചിന്റെ കാരണമല്ലേ? അപ്പൊ ജനന നിരക്ക് അഥവാ ബർത്ത് റേറ്റ് നമ്മുടെ പോപ്പുലേഷൻ ചേഞ്ചിന്റെ കാരണമാണ്. അതേപോലെ തന്നെ ഡെത്ത് റേറ്റും പോപ്പുലേഷൻ ചേഞ്ചിന്റെ കാരണമാണ്. ദെൻ ഇത് രണ്ടും കൂടാതെ മറ്റൊരു കാരണം കൂടിയുണ്ട്. മൈഗ്രേഷൻ. എന്താണ് മൈഗ്രേഷൻ?
മൈഗ്രെയിൻ അല്ല, മൈഗ്രേഷൻ എന്താന്ന് പഠിച്ചു വെച്ചോ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നും ഈ പേഴ്സൺ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പോവുകയാണെങ്കിൽ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് അയാൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഇന്ത്യയിൽ നിന്ന് ഒരാൾ പഠിക്കാൻ വേണ്ടിയിട്ട് UK പോകുന്നു. ഇറ്റ്സ് മൈഗ്രേഷൻ. ഇതാണ് കുടിയേറ്റം. ഇതിന്റെ മലയാളം വാക്ക് എന്താ? കുടിയേറ്റം. കുടിയേറ്റം. അപ്പൊ കുടിയേറ്റവും എന്തിന് കാരണ? ഈ ഒരു ചേഞ്ചിന് കാരണ. ഇന്ന് ഇവിടെ 100 പേരുണ്ട്, ശരിയാ. പക്ഷെ അത് നാളെ 110 ആകുമ്പോൾ അതിൽ ചിലർ UK പോയില്ല എന്ന് ആര് കണ്ട്? അല്ലേ? എന്തായാലും ചിലർ പോകില്ലേ? വിദേശത്ത് ജോലിക്കായിട്ട് പോകുന്നവരുണ്ടാവും, അല്ലേ? പഠിക്കാൻ വേണ്ടി പോകുന്നവരുണ്ടാവും. ദിസ് ഈസ് മൈഗ്രേഷൻ. വലിയ ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്, അത് നമുക്ക് വേറെ പഠിക്കാം. ഇവിടെ എന്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, മൈഗ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ അത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ആയിരിക്കും. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കായിരിക്കും പോകുന്നത്. ചിലപ്പം രാജ്യത്തേക്കൊന്നും ആവില്ല, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്കായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് കാലിക്കറ്റിലേക്കായിരിക്കും. ചേഞ്ച് അല്ലേ, മൈഗ്രേഷൻ അല്ലേ? യെസ്, ആ ഒരു മാറ്റത്തിനെയാണ് മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മൈഗ്രേഷൻ ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പോപ്പുലേഷൻ ചേഞ്ചിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കിട്ടിയല്ലോ? യെസ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ 3 കാരണങ്ങളുള്ളത്. ആ കാരണങ്ങൾ ഓരോന്നും കിട്ടി. ഒന്ന് ബർത്ത് റേറ്റ് ആണ്, 2 ഡെത്ത് റേറ്റ് ആണ്, 3 മൈഗ്രേഷൻ്റെ റേറ്റ് ആണ്. സെറ്റാണേ. ബാക്കി ഇനിയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഓൺ ദ ലൈവ് ഷോ. നമ്മുടെ ലൈവ് ഷോ വരുന്നുണ്ട്. ആ ലൈവ് ഷോയിൽ എല്ലാവരും വരിക, എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വരിക. ഓണപ്പരീക്ഷ ഫുൾ മാർക്ക് നേടി നമ്മൾ തകർത്തടിക്കും. 60 എന്ന് പറഞ്ഞ മാർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്കുള്ളതാ. വാശിയോടെ വീറോടെ പോരാടാൻ പഠിക്കാൻ തയ്യാറായിരിക്കുക. എച്ച് പോട്ട് കാട്ടയ്ക്ക് കൂടെയുണ്ട്. സെറ്റല്ലേ? ടാറ്റാ ബൈ ബൈ. ദിസ് ഇസ് മീ മാസിൻ സൈനിങ് ഓഫ്.